നാട്ടിൽ നിന്നൊരു ദുഃഖകരമായ മരണവാർത്ത കേട്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത്. നമ്മുടെ ഷിനോദേട്ടൻ പറഞ്ഞതുപോലെ ചില പെൺകുട്ടികളോടാണ്, ചിലരോട് മാത്രം. നമ്മളെ നാട്ടിലുള്ള ബസ്സിൽ, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നമുക്കറിയാം. അതിൽ നമുക്ക് അനങ്ങാതെ നിൽക്കാൻ പറ്റുക പറഞ്ഞാൽ സത്യമാണ്, നമ്മളെ കൊണ്ട് പോലും പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനും. ഫോൺ കയ്യിൽ ഉണ്ടായിരുന്ന കാലത്തും ഫോൺ ഇല്ലാതിരുന്ന കാലത്തും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുനാളിൽ ചില സെക്ഷൽ അബ്യൂസുകളിൽ നേരിട്ടിട്ടും അത് തുറന്നു പറയാൻ പറ്റാതെ ഇരുന്ന ആ കൊച്ചു കുഞ്ഞിൽ നിന്നും ആ രീതിയിലുള്ള ഒരു നോട്ടത്തിനോട് പോലും ആ സ്പോട്ടിൽ പ്രതികരിക്കുന്ന രീതിയിൽ എന്നെ വളർത്തിയത്, എൻ്റെ മനസ്സിനെ വളർത്തിയത് എൻ്റെ വീട്ടുകാരും എൻ്റെ അനുഭവങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാര്യം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ പറ്റാതാവുന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് അത് സഹിച്ചുകൊണ്ട് നിന്ന് എൻ്റെ ഫോൺ എടുത്ത്, ക്യാമറ എടുത്ത്, അതിൽ ഫിൽറ്ററും ഇട്ട് ഇത് വീഡിയോ ആക്കി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ എന്നെക്കൊണ്ടൊരിക്കലും പറ്റില്ല. എന്ന് വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന എല്ലാവരും മോശമാണെന്നുള്ളൊരു അഭിപ്രായവും എനിക്കില്ല. കാരണം എത്രയോ ജെനുവിൻ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടയാളാണ് ഞാനും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ മൊത്തം അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളോടും എനിക്ക് യോജിപ്പില്ല. ബീയിങ് എ മാൻ ഈസ് നോട്ട് ഈസി ഇൻ ദിസ് എറ എന്ന് പറയുന്നത് പോലെ തന്നെ ബീയിങ് എ വുമൻ is not easy at all.